ചാലക്കുടിയിൽ നിയന്ത്രണം വിട്ട് സ്വകാര്യ ബസ് മറിഞ്ഞു. പോട്ട സുന്ദരിക്കവലയ്ക്ക് സമീപമായിരുന്നു സംഭവം. ആർക്കും പരിക്കില്ല. തൃശൂരിൽ നിർത്തിയിട്ട ലോറിക്ക് പുറകിൽ ചരക്ക് ലോറി ഇടിച്ച് അപകടം. ക്ലീനർ മരിച്ചു. തമിഴ്നാട്ടുകാരനായ അറുമുഖ സുന്ദര പെരുമാളാണ് മരിച്ചത്. കയ്പമംഗലം വഞ്ചിപ്പുരയിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കടന്നൽ കുത്തേറ്റു. ഇന്ന് രാവിലെ 8:30-ഓടെയാണ് സംഭവം. കയ്പമംഗലം വഞ്ചിപ്പുര ബീച്ചിന്റെ പറമ്പ് വൃത്തിയാക്കുന്നതിനിടെയാണ് കടന്നൽ കുത്തേറ്റത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ചാലക്കുടിയിൽ നിയന്ത്രണം വിട്ട് സ്വകാര്യ ബസ് മറിഞ്ഞു. ഇരിങ്ങാലക്കുടയിൽ നിന്നും ചാലക്കുടിയിലേക്ക് വരികയായിരുന്ന ചീനിക്ക ബസ്സാണ് മറിഞ്ഞത്. പോട്ട സുന്ദരി കവലയ്ക്ക് സമീപം ബുധൻ ഉച്ചതിരിഞ്ഞ് 3:50-ഓടെയായിരുന്നു സംഭവം. മഴ പെയ്തതിനെ തുടർന്ന് റോഡിൽ ഓയിൽ പരന്നതോടെ ബസ് തെന്നിമാറി മറിയുകയായിരുന്നു. എന്നാൽ യാത്രക്കാർക്കാർക്കും പരിക്കില്ല. തൃശൂരിൽ നിർത്തിയിട്ട ലോറിക്ക് പുറകിൽ ചരക്ക് ലോറി ഇടിച്ച് അപകടം. ക്ലീനർ മരിച്ചു. കല്ലിടുക്ക് ദേശീയപാതയിൽ ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് അപകടമുണ്ടായത്. നിർത്തിയിട്ടിരുന്ന ലോറിയുടെ ക്ലീനർ തമിഴ്നാട്ടുകാരനായ അറുമുഖ സുന്ദര പെരുമാളാണ് മരിച്ചത്. ഡ്രൈവർ കരൂർ സ്വദേശി വേലുസ്വാമിയെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേടായതിനെ തുടർന്ന് ദേശീയപാതയിൽ കല്ലിടുക്കിൽ നിർത്തിയിട്ടിരുന്ന ലോറിയിൽ മറ്റൊരു ചരക്ക് ലോറി ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ലോറിയുടെ ക്യാബിനിലുണ്ടായിരുന്ന ക്ലീനറും ഡ്രൈവറും പുറത്തേക്ക് തെറിച്ചു വീണു. ക്യാബിൻ പൂർണ്ണമായും തകർന്നു. ക്ലീനറുടെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്നാണ് മരണം സംഭവിച്ചത്. ചാലക്കുടി പോട്ടയിൽ പ്രവർത്തിക്കുന്ന ബിവറേജ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റിൽ നിന്ന് 10,330 രൂപയുടെ 4.85 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം മോഷ്ടിച്ച യുവാവിനെ അറസ്റ്റ് ചെയ്തു. തുരുത്തിപ്പറമ്പ് സ്വദേശിയായ കാക്കുണ്ണിപ്പറമ്പിൽ മോഹൻദാസിനെയാണ് ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തത്. ചാലക്കുടി പോട്ട ബിവറേജിൽ നിന്ന് മാർച്ച് 9 രാത്രി കസ്റ്റമർക്ക് സ്വയം എടുത്തുകൊണ്ടുപോയി ബില്ലടിക്കാവുന്ന പ്രീമിയം കൗണ്ടറിൽ നിന്നാണ് മോഹൻദാസ് അവിടെ മദ്യം വാങ്ങാൻ വന്നവരുടെയും ജീവനക്കാരുടെയും കണ്ണു വെട്ടിച്ച് ബെക്കാഡിയുടെ പല അളവിലുള്ള മദ്യം മോഷ്ടിച്ചു കൊണ്ടുപോയത്. ഇന്നലെ രാത്രിയിൽ മോഹൻദാസ് വീണ്ടും ബിവറേജിൽ വന്ന് മോഷണം നടത്തി. അവിടെ മദ്യം വാങ്ങാൻ വന്ന ഒരാൾ കാണുകയും ഇയാൾ ജീവനക്കാരെ അറിയിക്കുകയും ജീവനക്കാർ മോഹൻദാസിനെ തടഞ്ഞു വയ്ക്കുകയും ചാലക്കുടി പോലീസ് സ്ഥലത്തെത്തി ഇയാളെ പിടികൂടുകയുമായിരുന്നു. ചാലക്കുടി പോലീസ് ഇൻസ്പെക്ടർ സജീവ് MK, സബ് ഇൻസ്പെക്ടർമാരായ പ്രദീപ്, ഋഷി പ്രസാദ്, ജെനിൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ സുരേഷ് കുമാർ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. മീഡിയ ടൈം, ചാലക്കുടി. കയ്പമംഗലം വഞ്ചിപ്പുരയിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കടന്നൽ കുത്തേറ്റു. വഞ്ചിപ്പുര കണക്കാട്ടുശ്ശേരി ലതാശാന്തൻ, കുന്നുങ്ങൽ അജിത സുരേഷ് എന്നിവർക്കാണ് കടന്നൽ കുത്തേറ്റത്. ഇന്ന് രാവിലെ 8:30-ഓടെയാണ് സംഭവം. കയ്പമംഗലം 15-ാം വാർഡ് വഞ്ചിപ്പുര ബീച്ചിൽ 25ഓളം തൊഴിലാളികൾ ചേർന്ന് പറമ്പ് വൃത്തിയാക്കുന്നതിനിടെയാണ് കടന്നൽ കുത്തേറ്റത്. ലതാശാന്തനും അജിതയ്ക്കും മുഖത്തും തലയ്ക്കും കടന്നലിന്റെ കുത്തേറ്റിട്ടുണ്ട്. ഇവരെ ആദ്യം കയ്പമംഗലം കുടുംബാരോഗ്യ കേന്ദ്രത്തിലും തുടർന്ന് കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. 15-ാം വാർഡിലാണ് പതിനഞ്ചാം വാർഡില് പണിക്ക് വന്ന് പുല്ലൊക്കെ വെട്ടിക്കൊണ്ടിരിക്കല്ലേ കടന്നലിൻ്റെ ആക്രമണം ഉണ്ടായി. ഞങ്ങളെല്ലാവരും ഓടി, 2 പേരെ ഓടിച്ചിട്ട് കുത്തി, തലയ്ക്കും മുഖത്തൊക്കെ കുത്തുകൊണ്ട് മുഖം വീർത്ത് അവരെ അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഒരാൾക്ക് ബുദ്ധിമുട്ട് കൂടുതലാണ്. അപ്പം ട്രിപ്പൊക്കെ ലതാശാന്തെ, അജിതയ്ക്ക് തലയിലാണ് കുത്തുകൊണ്ടിട്ടുള്ളത്. അങ്ങനെ അവരവിടെ കൊണ്ടുപോയി അവിടെ നിന്ന് ഇപ്പോൾ കൊടുങ്ങല്ലൂർക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. കൊടുങ്ങല്ലൂർ ഡോക്ടറെ കാണിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞ് ഇത്രയും ബുദ്ധിമുട്ടാണ് ലതാശാന്തിന്. ഈ ശരീരമൊക്കെ ഒരു തളർച്ച പോലെയൊക്കെ പറഞ്ഞു. കൊടുങ്ങല്ലൂരിൽ വൈദ്യുതി ലൈനിൽ തീപിടുത്തം. ഫയർഫോഴ്സ് തീയണച്ചു. പടിഞ്ഞാറേ നടയിൽ ശ്രീകുമാര സമാജം കോംപ്ലക്സിന് സമീപമുള്ള ട്രാൻസ്ഫോമറിൽ നിന്നും എതിർവശത്തുള്ള പോസ്റ്റിലേക്ക് കണക്ഷൻ നൽകിയിട്ടുള്ള HT കേബിളിനാണ് തീപിടിച്ചത്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് കൊടുങ്ങല്ലൂർ ഫയർഫോഴ്സ് എത്തി തീയണച്ചു. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ KV ഷിജിലിന്റെ നേതൃത്വത്തിൽ ഓഫീസർമാരായ സുജിത്, അഭിരാജ്, റജിൻ, വിഷ്ണുദാസ് എന്നിവർ ചേർന്നാണ് തീയണച്ചത്. ഇനി മറ്റു വാർത്തകളിലേക്ക്. അന്നമനട ചെറുവാളൂർ കൂട്ടാല ഭദ്രകാളി ക്ഷേത്രത്തിൽ മകം തൊഴൽ മഹോത്സവം ആഘോഷിച്ചു. രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, മകം വിശേഷാൽ പൂജ, പ്രസാദോട്ട് എന്നിവയ്ക്ക് ശേഷം പ്രസിദ്ധമായ മകം തൊഴൽ ചടങ്ങ് നടന്നു.
നൂറുകണക്കിന് ഭക്തർ മകം തൊഴുത് സായുജ്യരായി. വൈകിട്ട് ദീപാരാധന, കളമെഴുത്തും പാട്ടും എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി അണിമംഗലത്ത് രാമൻ നമ്പൂതിരി, മേൽശാന്തി വരുൺകുമാർ എന്നിവർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വർഷത്തിൽ ഒരു മാസം മാത്രം പൂജയുള്ള അപൂർവ ക്ഷേത്രത്തിൽ മാർച്ച് 14 രാത്രി 11:30 മുടിയേറ്റ് ചടങ്ങോടെ ഈ വർഷത്തെ ക്ഷേത്ര ചടങ്ങുകൾക്കും ഉത്സവാഘോഷങ്ങൾക്കും സമാപനമാകും. ഇനി 2026 മലയാള മാസം കുംഭം 1 ക്ഷേത്രനട തുറക്കുക. കൊടുങ്ങല്ലൂർ ഉപജില്ലാ വിദ്യാഭ്യാസ വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പും പ്രതിഭാ സംഗമവും നടത്തി. കൊടുങ്ങല്ലൂർ ഉപജില്ലയിൽ നിന്നും 2024-25 അധ്യയന വർഷത്തിൽ സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രധാന അധ്യാപകർ, അനധ്യാപകർ, ജീവനക്കാർ എന്നിവർക്കുള്ള യാത്രയയപ്പും പഠനാനുബന്ധ പ്രവർത്തനങ്ങളിൽ മികവ് പുലർത്തിയ കുട്ടികളുടെ പ്രതിഭാ സംഗമവും കൊടുങ്ങല്ലൂർ MIT ഹാളിൽ വെച്ച് നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. വൈസ് ചെയർമാൻ VS ദിനൽ അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ P മൊയ്തീൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ലത ഉണ്ണികൃഷ്ണൻ, KS കൈസാബ്, ON ജയദേവൻ, ഷീല പണിക്കശ്ശേരി, കൗൺസിലർമാരായ TS സജീവൻ, VM ജോണി, കൊടുങ്ങല്ലൂർ BPC PM മോഹൻരാജ്, വിവിധ സംഘടനയുടെ ഭാരവാഹികളായ PC സിംല, CJ ദാമു, VK ബിബിൻ, HM ഫോറം കൺവീനർ PN നൌഷാദ്, പ്രിൻസിപ്പൽ ഫോറം കൺവീനർ പ്രസിഡന്റ് ശോഭന രവി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് അധ്യക്ഷയായി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ PA ഇസഹാഖ്, പഞ്ചായത്ത് അംഗങ്ങളായ PK സുകന്യ, UY ഷമീർ, സിബിൻ അമ്പാടി, പഞ്ചായത്ത് സെക്രട്ടറി ഗിരീഷ് മോഹൻ, അസിസ്റ്റന്റ് സെക്രട്ടറി PN ആശ, BS ശക്തിധരൻ, PT രാമചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. 5 ലക്ഷം രൂപയോളം ചെലവഴിച്ചാണ് വാട്ടർ കിയോസ്ക് സ്ഥാപിച്ചിട്ടുള്ളത്. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി രജിസ്ട്രേഡ് ക്ലബ്ബുകൾക്ക് സ്പോർട്സ് ഉപകരണങ്ങൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു വിതരണോദ്ഘാടനം നിർവഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR നിഖിൽ, പഞ്ചായത്ത് അംഗം PH ബാബു, പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥ മഞ്ജുള മനോഹരൻ എന്നിവർ സംസാരിച്ചു. 50,000 രൂപ ചെലവിട്ട് 6 ക്ലബ്ബുകൾക്കാണ് സ്പോർട്സ് ഉപകരണങ്ങൾ വിതരണം ചെയ്തത്. മതിലകം ഗ്രാമപഞ്ചായത്ത് ഹരിത പ്രഖ്യാപനവും ഹരിത സ്ഥാപനം, ഹരിത അയൽക്കൂട്ടം, ഹരിത വിദ്യാലയം എന്നിവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PS രാജു അധ്യക്ഷനായി. ഹരിത കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ വിനീത റിപ്പോർട്ട് അവതരിപ്പിച്ചു.
പഞ്ചായത്ത് സെക്രട്ടറി KS രാംദാസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സുമതി സുന്ദരൻ, പ്രിയ ഹരിലാൽ, MK പ്രേമാനന്ദൻ, CDS ചെയർപേഴ്സൺ സിബി, പഞ്ചായത്ത് അംഗങ്ങളായ സഞ്ജയ് ശർക്കര, EK ബിജു, അരുൺ ലാൽ, ON ചന്ദ്രൻ, അസിസ്റ്റന്റ് സെക്രട്ടറി സുലേഖ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ചാലക്കുടിയിൽ നിയന്ത്രണം വിട്ട് സ്വകാര്യ ബസ് മറിഞ്ഞു. പോട്ട സുന്ദരിക്കവലയ്ക്ക് സമീപമായിരുന്നു സംഭവം. ആർക്കും പരിക്കില്ല. തൃശൂരിൽ നിർത്തിയിട്ട ലോറിക്ക് പുറകിൽ ചരക്ക് ലോറി ഇടിച്ച് അപകടം. ക്ലീനർ മരിച്ചു. തമിഴ്നാട്ടുകാരനായ അറുമുഖ സുന്ദര പെരുമാളാണ് മരിച്ചത്. കയ്പമംഗലം വഞ്ചിപ്പുരയിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കടന്നൽ കുത്തേറ്റു. ഇന്ന് രാവിലെ 8:30യോടെയാണ് സംഭവം. കയ്പമംഗലം വഞ്ചിപ്പുര ബീച്ചിന്റെ പറമ്പ് വൃത്തിയാക്കുന്നതിനിടെയാണ് കടന്നൽ കുത്തേറ്റത്. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.